അപ്പോൾ സെബാം വ്ലോഗ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നാട്ടിലായിരുന്നു ഇപ്പോൾ ഒരു ഏകദേശം 1.5 മാസത്തോളം. അപ്പം കുറേ വ്ലോഗൊക്കെ എടുത്തു, പക്ഷെ എന്നാലും എനിക്കൊരു ഉറപ്പ് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കുറേ എണ്ണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല ആ വ്ലോഗുകളൊന്നും. അപ്പം ദൈവം സഹായിച്ചാൽ നമ്മൾ ഈ വ്ലോഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്ലോഗ് നമ്മൾ ഉറപ്പായിട്ട് ഇടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ കുട്ടിക്കാനത്ത് പോകണം. കുട്ടിക്കാനത്ത് ചാർലിയുടെ സിനിമയുടെ ലൊക്കേഷൻ നടന്നില്ലേ, അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അഭിഷേകമുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ ചെക്കനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ നേരെ കുട്ടിക്കാനത്ത് പോവുകയാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ നേരെ ഉണ്ടാവത്തില്ലേ, നമ്മളൊന്ന് വിളിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ പോലും ഒത്തിരി ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി വരുന്നൊരു കൂട്ടുകാരൻ. അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അഭിഷേക്. അപ്പം അവനെ ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞാൽ നേടാ നമുക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് വരെ പോകണം. അപ്പം പോരുന്നതാണ്. അപ്പം ചെക്കൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. നമ്മൾ വണ്ടിയെ ഫ്യൂലൊക്കെ അടിച്ച് ഇപ്പം നമ്മൾ നേരെ കുട്ടിക്കാനത്തേക്ക് വെച്ച് പിടിക്കാൻ വേണം. അതാണ് നമ്മുടെ ഇനി അടുത്ത സ്പോട്ട്. അപ്പോൾ അവിടെ ആയിരിക്കും അടുത്ത് നമ്മളിനി മോനെ വിഷ്വൽ ബ്യൂട്ടി തുടങ്ങിയിട്ടാണ്. വിഷ്വൽ ബ്യൂട്ടി എത്താണ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ കുട്ടിക്കാനം ടൗണിലെത്തിയിട്ടുണ്ട്. ഇതാണ് കുട്ടിക്കാനം ടൗൺ. അപ്പോൾ അത് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ സംഭവം കിടിക്കുക. എന്തായാലും ഇവിടം വരെ വന്നത് ഒരിക്കലും നഷ്ടമായി എന്ന് എനിക്ക് തോന്നത്തില്ല. അതുപോലത്തെ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. തേയിലകളുടെ ഇടയ്ക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്നു. പണ്ട് ഈ തേയിലത്തോട്ടം കാണുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ടൈപ്പ് പുഴുവുണ്ട്. ആ പുഴു വന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുഴുവിനെ നമ്മുടെ തൊലിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തീ കത്തിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം വെച്ച് ഉരുക്കോ, അതായത് തീപ്പെട്ടി വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്താലേ സംഭവം ഇറക്കി വരുത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ മെയിനായിട്ട് ഓർത്ത് ആ ഒരു സംഭവത്തിനാണ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു സമയത്ത് ചൂടുള്ളതുകൊണ്ട് അത്രയും വലിയ രീതിയിൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്നാലും മഴക്കാലം ആകുമ്പോഴത്തേനും അതിൻ്റെ ശല്യം ഇച്ചിരി കൂടുതൽ. അത് വരുമ്പം നമ്മുടെ കാലയിലത്തെ ചോര അങ്ങ് അടിച്ച് പൊട്ടിക്കും. അതാണ് സംഭവത്തിൻ്റെ സീന്. അങ്ങനെ നമ്മൾ ചാർലി സിനിമ ഷൂട്ടിങ് നടന്ന ലൊക്കേഷനിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിക്കുകയാണ് യാത്ര. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ പിന്നെയും വന്നു തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. അതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യും അടുത്ത് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇങ്ങനെ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്പോട്ടാണ് പരുന്തുംപാറ കേട്ടോ. ഇതാണ് പരുന്തുംപാറ. പരുന്തുംപാറയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പറയുന്നതിനുള്ള കാരണം കാണിച്ചേട്ടാ. കണ്ടേ ഇരിക്കുന്ന കണ്ട ആ ഒരു കല്ലിൻ്റെ ആ ഷേപ്പ് കാരണമാണ് ഇതിന് പരുന്തുംപാറ എന്ന് പറയാനുള്ള ഒരു കാരണം. ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇവിടം വരെ വഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാറയാണ്. അതുവഴി നമ്മൾ നേരെ പരുന്തുംപാറയുടെ
മണ്ടയ്ക്കോട്ട് കയറാൻ പോയാണ്. ഇതോ തിരിച്ചു കയറണം, അത്രേ ഉള്ളൂ. മോനെ എന്തൊരാഴാന്ന് നോക്കിയാൽ തീർന്നു. എങ്ങാനും താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പം ഏകദേശം ഒരു സൈഡിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ ടാർഗറ്റ് തന്നെ അതാണ്, അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ഇറങ്ങി ചെല്ലണം. ഇനി തിരിച്ച് കയറുന്ന ടാസ്ക്കാണ്, എന്നാലും നമ്മൾ ഇറങ്ങി പോകാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് അതാണ് കേട്ടോ. അവിടെത്താണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കേട്ടോ. അവിടോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം കിട്ടുകയാണ്, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാനൊന്നും ചാടില്ല, നീ പോയി ചാടിക്കും. മോനെ നീ ഇത് ജസ്റ്റ് വ്ലോഗായിട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ തന്നില്ല. ചില്ലറ പരിയില്ല. വെള്ളം ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ ഫോൺ നോക്കിക്കോ. ഈ സൈഡിൽ ചെറിയ ഇറങ്ങിയ ടാസ്ക് ആയിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വലിയ ഇറങ്ങി വരാൻ വലിയ ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. സംഭവം എന്നാലും കൊള്ളാം, ഇച്ചിരി അടിപൊളി അഡ്വഞ്ചറായിട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാം ബാക്കി നമുക്ക് പോവാം. മോനെ അടിപൊളിയാണെന്നാണ് ആവശ്യം പറയാം. നമുക്ക് എന്താ നോക്കാം. മോനെ സെറ്റ്. ഒന്നുകൂടെ വരാൻ പറ്റുമോ? ഒന്നുകൂടെ വരുവാണെങ്കിൽ കിട്ടിപ്പോവും. എടുത്തെടുത്ത് വീഡിയോ എടുത്തു. അവൻ കറക്റ്റ് അതുണ്ടോ അടിപൊളി പറയാനല്ലേ വേണേ. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ കുടലാണ് വന്നതോ, അവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മളിങ്ങനെ ഇവിടം വരെ എത്തിയത്. സംഭവം എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഇനി തിരിച്ചു കയറുന്നതാണ് ടാസ്ക്. മഞ്ഞുമേൽ എഫക്റ്റ് ഇല്ല, അത് കാര്യമാക്കണ്ട. മഞ്ഞുമേലിൽ പുള്ളിയാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പൊക്കിയെടുക്കാൻ വേണ്ടി ആളിറങ്ങി എന്ന് പറയാം. ഇവരൊന്നും ഇറങ്ങുന്നത് എനിക്കൊരു തോന്നലില്ല കേട്ടോ. ഇറങ്ങൂടാ. എന്തോ മറ്റേ മഞ്ഞുമേൽ ബോയ്സിലെ മറ്റേ പുള്ളിയാണെങ്കിൽ ഇറങ്ങി എടുത്ത പോലെ.
റേഷക്കടയത് അരി കുറച്ച് വാങ്ങാൻ ഞാനെ കൂടുതൽ വാങ്ങിക്കാടാ. സംഭവം അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് ക്യാമറ എടുത്തണം അടിയ എഫക്റ്റ് മനസ്സിലാകുന്നെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ കിടും, ഒരു രക്ഷയില്ല. ഇറങ്ങി ടാസ്ക്കാണ് ഇറങ്ങി വരുന്നത്. അവിടെ ചവിട്ടാനൊന്നും സ്ഥലമില്ല, അതുകൊണ്ട് ഇറങ്ങി വരാന്ന് അറിയത്തില്ല. ടാസ്ക്കുള്ള കാര്യമാണ്. എന്തുകൊണ്ടും അടിപൊളി എക്സ്പീരിയൻസ്. പാറമണ്ടയ്ക്ക് കയറിയത് സംഭവം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഒരു പാതി വഴി നടന്ന് കയറിയിട്ടുണ്ട്. ഇനി തിരിച്ച് ബാക്കി കാരണം ഒരു സൈഡിൽ നിന്ന് മഴ വരുന്നുണ്ട്, നമുക്ക് കാണാം. നല്ല അടിപൊളി അവിടെ അറ്റത്തിരുന്നപ്പം അത്യാവശ്യം വെള്ളത്തുള്ളിയൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പം മഴയായി കഴിഞ്ഞാൽ തിരിച്ച് കയറുക എന്നുള്ളത് അത്യാവശ്യം ടാസ്ക്കുള്ള കാര്യമാണ്. എന്തായാലും നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം പ്രകൃതിക്ക് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേനും മൊത്തത്തിൽ വേറൊരു വൈബാണ്. ഇപ്പോൾ കുട്ടിക്കാനം ജംഗ്ഷനിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തം കോടമഞ്ഞ് കയറി കിടക്കുകയാണ്. നല്ല അടിപൊളി ലുക്കാണ് ഇവിടെ കാണാൻ. എന്തായാലും നമുക്ക് നല്ല സൂര്യനുള്ള സമയത്ത് വൈബ് ആസ്വദിക്കാൻ സാധിച്ചു, അല്ലാതെ കോടമഞ്ഞുള്ള ടൈമിൽ വൈബ് ആസ്വദിക്കാൻ സംഭവം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ തിരിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോകുന്ന വഴിയാണ്. നമ്മുടെ ഇവിടുത്തെ യാത്ര അവസാനിച്ചു. നമ്മൾ നേരെ തിരിച്ച് റാന്നിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ, നേരെ റാന്നിക്ക്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് റാന്നിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അഭിഷേകിനെ വിടാൻ പോയാണ്. അതേയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ അഭിഷേക് യാത്രയൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പം അടിപൊളി ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് റാന്നി വന്നിരിക്കുക. അത് എത്രയുള്ള നമ്മുടെ വീഡിയോക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.